ഇന്ന് സുപ്രധാനമായ മറ്റൊരു കോടതി വിധി ഉണ്ടായത് പാലക്കാട് നിന്നാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയാണെന്നും വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാണിച്ചു. ചെന്താമരയിൽ നിന്ന് 20 ലക്ഷം രൂപ പിഴ ഈടാക്കാനും പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. പോത്തുണ്ടി സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ഏറ്റവും ഉയർന്ന ശിക്ഷയായ വധശിക്ഷ തന്നെയാണ് പ്രതി ചെന്താമരയ്ക്ക് ലഭിക്കുന്നത്. പ്രധാനമായും കോടതി കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. പ്രതിക്ക് ഇനി മാനസാന്തരത്തിന് സാധ്യതയില്ല. പ്രതി പുറത്തിറങ്ങിയാൽ അതൊരു പക്ഷേ സുധാകരൻ്റെ മക്കളുടെ ജീവന് തന്നെ അപകടമാണ്. ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഇനി പരോൾ അനുവദിക്കുകയാണെങ്കിൽ സുധാകരൻ്റെ മക്കളുടെ സുരക്ഷ കൂടി ഇനി ഉറപ്പുവരുത്തണമെന്നുള്ള നിർദ്ദേശങ്ങളും ഈ കോടതി പറയുന്നുണ്ട്. ഏതായാലും പ്രതിക്ക് പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ ലഭ്യമാകുന്നു. ഈ തൂക്കുകയർ ലഭിച്ചതിൽ പ്രോസിക്യൂഷനും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും വളരെ സംതൃപ്തിയാണുള്ളത്. നമ്മൾ ഇത്ര കൊലപാതകം നടത്തിയിട്ട് വെറുതെ ഒരാൾ പോകാൻ പാടില്ല. അത് സമൂഹത്തിന് ഒരു റോങ് സിഗ്നലാണ് പോവുക. അതുകൊണ്ടാണ് ഇയാൾ ഹാങ് ചെയ്യണതെന്നുള്ളതടക്കം പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ChatGPT ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു പ്രതിഭാഗം വക്കീൽ. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റി. ഏതായാലും പ്രതിക്ക് തൂക്കുകയർ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും തങ്ങൾക്ക് ഇപ്പോഴും ആ വീട്ടിലേക്ക് പോകാൻ ഭയമാണെന്നും സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ വെച്ചിരിക്കുന്ന അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ. വിഷയത്തിൽ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗവും വ്യക്തമാക്കി. അധികം വൈകാതെ അതിന്റെ കാര്യങ്ങളുമായി പ്രതിഭാഗവും മുന്നോട്ട് പോകും. അത് ഞങ്ങൾ അപ്പീൽ കോടതിയെ ബോധിപ്പിക്കും, ഹൈക്കോടതിയെ ബോധിപ്പിക്കും. ഈ സംഗതി ഒരു ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കെതിരായി വന്നിട്ടില്ല. ഏതായാലും നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് കേരളത്തെ ആകെ ഒന്നടങ്കം ഞെട്ടിച്ചൊരു കേസാണ്. ആദ്യം സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ചെന്താമര കൊല്ലുന്നു. അതിനുശേഷം സജിതയുടെ ഭർത്താവിൻ്റെ അമ്മയും ചെന്താമര കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ആദ്യ കേസായ സജിത വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ചെന്താമര. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരൻ്റെ അമ്മയും ചെന്താമര കൊലപ്പെടുത്തുന്നത്. ഇയാൾ വലിയ രീതിയിൽ അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നു. തന്നെയും ഭാര്യയെയും അകറ്റുന്നത് സജിതയാണെന്ന ധാരണയുടെ പുറത്താണ് ഇയാൾ ഈ കൊലപാതകങ്ങൾ അത്രയും നടത്തിയത്. ഏതായാലും ആ കേസിൽ ഒരു മാതൃകാപരമായ ശിക്ഷ തന്നെ പ്രതിക്ക് ലഭ്യമാകുന്നു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.